ഫെബ്രുവരി 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇന്ററിം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഈ ഒരു RBIയുടെ മോണിറ്ററി പോളിസിയെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അടുത്തിടെ കൂടാൻ പോകുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഈ ഒരു ഇന്ററിം ബഡ്ജറ്റ് അതിനെങ്ങനെ സ്വാധീനിക്കും എന്നുകൂടി നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. RBIയുടെ മോണിറ്ററി പോളിസിയുടെ കമ്മിറ്റിയുടെ മീറ്റിംഗ് ബൈ മന്ത്ലി മീറ്റിംഗ് ആണ്, 2 മാസം കൂടുമ്പോഴുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന്റെ മീറ്റിംഗ് ചേരാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ എന്താ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ തീരുമാനിക്കുക ചെയ്യുക. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് RBIയിൽ നിന്നും പൈസ എടുക്കുന്നതിന് വേണ്ടി ബാങ്കുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോ റേറ്റിനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റും തീരുമാനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡാണ് കഴിഞ്ഞ കുറച്ച് മീറ്റിങ്ങുകളിലായിട്ട് RBI ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റാറ്റസ് കോ തന്നെ, അതായത് നിലവിലുള്ള റിപ്പോ റേറ്റിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് സ്വാഭാവികമായിട്ട് നടക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റിവ്യൂ, അതായത് ഡിസംബറിൽ നടന്ന മീറ്റിംഗ്, ലാസ്റ്റ് റിവ്യൂ മീറ്റിംഗ് ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ 2-ാമത് മാസം കഴിയുമ്പം നടക്കുന്നതാണ്. അപ്പോൾ ഈ ഡിസംബറിലെ മീറ്റിംഗിൽ 6 മെമ്പർമാരിൽ 5 മെമ്പർമാരും നിലവിലുള്ള സ്റ്റാൻഡ് തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിയിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഡാറ്റയിലേക്ക് കടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡാറ്റയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് 6.5% പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ അതിനെ 7%-ലേക്ക് വർദ്ധിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിലവിൽ ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻസിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. പ്രത്യേകിച്ചും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അവര് ഈ ഒരു GDP പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 23-24ലേക്ക് 7.3% ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ GDP അന്ന് 7% എക്സ്പെക്ടേഷൻ ഗ്രോത്ത് ആയിരുന്നു, അന്നാണ് ഇവർ വോട്ട് ചെയ്തത്. ഇപ്പൊ 7.3 ആക്കിയ സമയത്തും അതേ സ്റ്റാൻഡിൽ തന്നെ RBI നിൽക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിൽ അതേ സ്റ്റാൻഡിൽ തന്നെ RBI നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ മറ്റൊരു കാരണം US ഫെഡറൽ റിസർവ്, അതായത് ലോകരാജ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അമേരിക്കയിലെ അവരും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ 4-ാമത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വീക്കിൽ 4-മതും എന്താണ് അതേ നിലവിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് അവർ റേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി, റിപ്പോ റേറ്റ് കുറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അതായത് ഇൻഫ്ലേഷൻ ഇപ്പോഴും ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഉയർത്തിയിട്ടുള്ള റിപ്പോ റേറ്റ് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവര് US-ന്റെ ഡാറ്റ അതേപോലെ എടുക്കാറൊന്നുമില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും US കണ്ടിന്യൂ ചെയ്യുന്നു പറയുമ്പോൾ ലോകത്ത് അല്ലെങ്കിൽ ഗ്ലോബലി ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ അതേ ലെവലിൽ തന്നെ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ വിചാരിച്ച ഒരു ലെവലിലേക്ക് കുറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും അതേപോലെ ഒരു സ്റ്റാൻഡ് നിൽക്കാനാണ് സാധ്യത എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസിയുടെ ലിമിറ്റ് എത്രയാ? 4+or-2. അതായത് ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ഈ റീറ്റെയിൽ ഇൻഫ്ലേഷനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്, CPI വെച്ചിട്ട്. അപ്പോൾ ഈ CPI 4+or-2 ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഉദ്ദേശം. അതായത് ഒന്നുകിൽ 4+2 അല്ലെങ്കിൽ 4-2 ഈ റേഞ്ചിൽ, അതായത് 2-നും 6-നും ഇടയ്ക്ക് ലിമിറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% ഇൻഫ്ലേഷൻ ആണ് ആവറേജ് ആയിട്ടുള്ളത്. ഇപ്പോൾ 2%-നും 6%-നും ഇടയിൽ നിർത്തണം. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5.7%, 6%-ന് അടുത്തായിട്ടാണുള്ളത്. അതേപോലെ RBI ഈ ഒരു ക്വാർട്ടറിൽ 5.2% ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നതായിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ജൂലൈ സെപ്റ്റംബർ ഫേസ് ഒക്കെ ആകുമ്പോഴേക്ക് മാത്രമാണ് അതൊരു 4% റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അതും ആ ഒരു സമയത്ത് മൺസൂൺ ഒക്കെ നോർമൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മൺസൂൺ മാറും, മഴയൊക്കെ മാറുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫുഡ് പ്രൊഡക്ഷൻ മാറും, അല്ലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഇൻഫ്ലേഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ മൺസൂൺ ഒക്കെ നോർമൽ ആണെങ്കിൽ തന്നെ ജൂലൈ സെപ്റ്റംബർ ഫേസിൽ മാത്രമാണ് ഇത് നമ്മൾ RBIയുടെ ഒരു ആവറേജ് വാല്യൂ ആയിട്ടുള്ള 4%-ലേക്ക് എത്താൻ സാധ്യത എന്നുള്ളതെന്നാണ് RBIയുടെ കണക്കുകൂട്ടൽ പറയുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ RBI ഈ ഒരു റിപ്പോ റേറ്റിനെ തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇന്ററിം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ററിം ബഡ്ജറ്റിൽ കുറച്ചുകൂടി, അതായത് സെൻട്രൽ ബാങ്കിന്റെ മേലെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള
കുറച്ചുകൂടി ഈസി ചെയ്യുന്ന രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ RBI ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി വഴി മാർക്കറ്റിലെ ലിക്വിഡിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്താ ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മണി സപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം. എക്കണോമിയിലെ മണി സപ്ലൈനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ആൾക്കാർ പൈസ കൂടുതൽ കടമെടുക്കൂല, അല്ലെ, ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ കടമെടുക്കൂല. അപ്പോൾ എക്കണോമിയിലെ മണി സപ്ലൈ കുറയും, എക്കണോമിയിലുള്ള മണി കുറയും. അതേസമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോണുകൾ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ലോണുകൾ എടുക്കും, എക്കണോമിയിൽ മണി സപ്ലൈ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മണി സപ്ലൈനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആക്ച്വലി അത് എങ്ങനെയാണ് ചെയ്യുന്നത്, RBI മോണിറ്ററി പോളിസിക്കുള്ളിലൂടെയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി വഴിയും ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കാം. നിങ്ങൾ എക്കണോമിയിലെ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിസിക്കൽ പോളിസി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ വഴി ഗവൺമെന്റ് എക്കണോമിയിലെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യണം. അതായത് ഗവൺമെന്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മാസം പൈസ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ആൾക്കാരുടെ കയ്യിലൊക്കെ പൈസ വരും, ലിക്വിഡിറ്റി കൂടും. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഫിസിക്കൽ പോളിസിയാണ്, ഗവൺമെന്റിന്റെ ഒരു സ്കീമായിട്ടാണ് നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിനും ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ പോളിസി വേറെ. RBIക്ക് മോണിറ്ററി പോളിസി വഴി ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുന്നത്. എന്നാൽ നമ്മുടെ എക്കണോമിയിലുള്ള കൺസംഷൻ ഡിമാൻഡിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കാര്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല. അതായത് കൺസംഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറവാണ്, കാരണം ഇൻഫ്ലേഷൻ ഉള്ള ഒരു സാഹചര്യമാണ്. അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒന്നും കാര്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ പ്രഷർ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വിവിധ സ്കീമുകളിലൂടെ ആൾക്കാരുടെ കൈകളിലേക്ക് പൈസ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മാർക്കറ്റിൽ മണി സപ്ലൈ കൂടുക, ആൾക്കാരുടെ കയ്യിൽ പൈസ വരിക, ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ ട്രെൻഡ് കൂടും, എക്കണോമിയിൽ ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ കുറക്കുക എന്നുള്ള രീതിയിൽ RBI നിലവിലുള്ള റേറ്റ് തന്നെ ഹോൾഡ് ചെയ്യാനാണ് സാധ്യത എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതിനു പകരം ഗവൺമെന്റ് ചെലവുകൾ കുറച്ചുകൊണ്ട് ഫിസിക്കൽ കൺസോളിഡേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതായത് നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15.4 ലക്ഷം കോടിയൊക്കെയാണ് ഗ്രോസ് മാർക്കറ്റ് ബോറോയിങ്, അതായത് മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് കടമെടുത്തുള്ളത് 15.4 ലക്ഷം കോടിയാണെങ്കിൽ അത് ഈ വരുന്ന വർഷം 14 ലക്ഷം കോടിയായിട്ട് കുറക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് കടമെടുക്കുന്ന പൈസ കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി ചെലവുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഗവൺമെന്റ് ഫ്രീ ആവുകയും അതുപോലെ പ്രൈവറ്റ് സെക്ടറിന് കുറച്ചുകൂടി റോള് വരുന്ന രീതിയിലേക്കാണ് ഗവൺമെന്റ് എക്കണോമിനെ പ്ലാൻ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ കടമെടുക്കുന്നത് കുറയുന്നത് വഴി, മാർക്കറ്റ് ബോറോയിങ് കുറക്കുന്നത് വഴി ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്. ഗവൺമെന്റ് മൊത്തത്തിൽ കടമെടുക്കുന്ന പൈസയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ ഡെഫിസിറ്റ് 89% ഉള്ളതിൽ നിന്ന് 84% കുറയും. അതായത് കടമെടുക്കുന്ന പൈസ 81% ആണെന്നുണ്ടെങ്കിൽ അത് 84% കുറയും. അത് ഗവൺമെന്റിനെ, പ്രത്യേകിച്ചും ഫിസിക്കൽ കൺസോളിഡേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കടമെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണെന്ന് ഓർത്ത് വെക്കാം. സ്വാഭാവികമായിട്ടും എക്കണോമിയിലേക്ക് ഈ ഒരു ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവും എന്നുള്ളതും, അതുകൂടാതെ ഇന്ത്യൻ ബോണ്ട് ഇൻഡീസും മറ്റുമൊക്കെ വർദ്ധിച്ച് ബോണ്ടുകൾ വഴി കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ആൾക്കാർക്ക് പറ്റും എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ബോണ്ടുകളിലും മറ്റുമൊക്കെയുള്ള ഡെപ്പോസിറ്റ് ഗ്രോത്തും മറ്റുമൊക്കെ ഉണ്ടാവും എന്നുകൂടി ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ഫോറിൻ ക്യാപിറ്റൽ വരികയും ബോണ്ടുകൾ വാങ്ങുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്കണോമിയിലുള്ള ബോറോയിങ് കോസ്റ്റിനെ കുറക്കും. അതായത് പൈസ കടം വാങ്ങുന്ന, കാരണം ഒരുപാട് ബോണ്ടുകൾ അവൈലബിൾ ഉണ്ട്. ഈ ബോണ്ടുകൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റും എന്നുള്ളത് നമ്മുടെ എക്കണോമിയിലെ ബോറോയിങ് റേറ്റ് കുറക്കാൻ കാരണമാവും. ഉദാഹരണത്തിന്, അതായത് നേരത്തെയൊക്കെ 7.14% ബോണ്ടുകളുടെ റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് 7.05% ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഗവൺമെന്റിന് ബോണ്ടുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, വിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ആൾക്കാർ വാങ്ങാൻ വേണ്ടി റെഡിയാണ് എക്കണോമിയിൽ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ നമ്മളുടെ എക്കണോമിയിൽ ആ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ ഇപ്പോഴും ഉണ്ട്. അത് ഇനി കൂടാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. അതേസമയത്ത് ഗ്ലോബലി ഒരു ഇൻഫ്ലേഷൻ ട്രെൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ ഒരു ജൂലൈ സെപ്റ്റംബർ മാസത്തിലേക്ക് മാത്രമേ ഒരു 4% ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് RBIക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള റിപ്പോ റേറ്റ് തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്
ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞു വയ്ക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റും ഗവൺമെന്റിന്റെ പോളിസികളും റിപ്പോ റേറ്റിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഈ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം. അത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇന്ത്യൻ എക്കണോമി പഠിക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഒന്നുകൂടി കൃത്യമായിട്ട് റിവിഷൻ ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക.